അന്താരാഷ്ട്ര ഹ്രസ്വചിത്രമേള 14-15 തീയതികളിൽ പാലക്കാട് ലയൺസ് സ്കൂളിൽ നടക്കും. ചലച്ചിത്ര മേഖലയിൽ AI സ്വാധീനം എന്ന വിഷയത്തിൽ ചർച്ചയും സംവാദവും സംഘടിപ്പിക്കും. 5 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള 250-ലേറെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്നും ഫെസ്റ്റിവൽ ഡയറക്ടർ KV വിൻസെന്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 5 മിനിറ്റും 1 മിനിറ്റും താഴെ ദൈർഘ്യമുള്ള ചലച്ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ ചിത്രങ്ങൾക്ക് പുറമെ ഇറാൻ, ഇറാഖ്, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. മത്സര ചിത്രങ്ങൾക്ക് പുറമെ ഇതുവരെ പ്രദർശിപ്പിച്ച ഇറാൻ ചിത്രങ്ങളും ഇൻസൈറ്റ് നിർമ്മിച്ച ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. 5 മിനിറ്റ് ദൈർഘ്യത്തിലെ വിജയ ചിത്രത്തിന് ഗോൾഡൻ സ്ക്രീൻ അവാർഡ്, 1 മിനിറ്റ് ദൈർഘ്യ വിജയ ചിത്രത്തിന് സിൽവർ സ്ക്രീൻ അവാർഡും സമ്മാനിക്കും. 50,000 രൂപ, ശില്പം എന്നിവയാണ് അവാർഡ്. റണ്ണറപ്പ് ആവുന്ന 5 ചിത്രങ്ങൾക്ക് 5,000 രൂപ, പ്രശസ്തി പത്രം എന്നിവ നൽകും. ഓരോ പ്രദർശനങ്ങൾക്ക് ശേഷവും ഓപ്പൺ ഫോറം നടക്കും. ചിത്രമേളയിലെ സംവാദങ്ങളിലും ചർച്ചകളിലും ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കുമെന്നും KV വിൻസെന്റ് പറഞ്ഞു. താഴെയുള്ള ചിത്രങ്ങളാണ്, മത്സര ചിത്രങ്ങളാണ്. 5 മിനിറ്റിലും കൂടുതലുള്ളതൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. 5 മിനിറ്റിൽ താഴെയുള്ള ചിത്രങ്ങളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതിന് ഒന്നാം സമ്മാനം 50,000, പിന്നെ 5 റണ്ണറപ്പ് അവാർഡുകൾ 5,000 വീതവും നൽകുന്നതാണ്. പിന്നെ വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് മൈന്യൂട്ട് എന്ന് വെച്ചാൽ മിനിറ്റ് എന്നുള്ളതിൻ്റെ വേറൊരു രൂപമാണ്. മൈന്യൂട്ട് വളരെ ചെറിയ ചിത്രങ്ങളുടെ ഒരു മത്സരമാണ്. പിന്നെ എൻട്രി ഫീ പകുതിയുള്ളൂ. അതിൽ വരുന്ന ചിത്രങ്ങൾ 1 മിനിറ്റിൽ താഴെ എത്ര സെക്കൻഡ് വരെ വേണമെങ്കിലും ആവാം. അത്തരം ചിത്രങ്ങളാണ് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഞാനെടുത്ത ഹൈക്കു ചിത്രങ്ങളാണ്. അതായത് ചെറിയ പ്രകൃതിയിൽ നിന്നും എടുക്കുന്ന മനുഷ്യരധികമില്ലാത്ത ചിത്രങ്ങളാണ് അത്. പിന്നെ വേറൊരു കാറ്റഗറി, ഈ മത്സര വിഭാഗത്തിലല്ലാത്ത കാറ്റഗറി, ഇൻസൈറ്റ് ഞങ്ങളുടെ ടീം നിർമ്മിക്കുന്ന ഹ്രസ്വ ചിത്രങ്ങളാണ്. അതും 2-3 മിനിറ്റ് വീതമൊക്കെ ഉള്ളൂ, അതിൽ കുറേ ഉള്ളൂ, കൂടില്ല. പിന്നെയുള്ള ഒരു പ്രത്യേക ഒരു കാറ്റഗറി ഇക്കൊല്ലുള്ളത് ഇറാൻ റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ ഇറാനിയൻ സിനിമകളുടെ ഒരു റെട്രോസ്പെക്റ്റീവാണ്. ഇവിടെ ഞങ്ങളുടെ മത്സരത്തിന് ഈ കഴിഞ്ഞ 15 കൊല്ലങ്ങൾക്കിടയിൽ വന്ന ഇറാനിയൻ സിനിമകളിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ചെണ്ണമാണ്. ഈ ഇറാനിയൻ സിനിമകൾ എന്നും വളരെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമായിരുന്നു. ജനറൽ സെക്രട്ടറി മേതിൽ കോമളൻകുട്ടി, ട്രഷറർ മാണിക്കോത്ത് മാധവദേവ്, വൈസ് പ്രസിഡന്റ് CK രാമകൃഷ്ണൻ, V പത്മനാഭൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട വേറൊരു സംഗതി, ഈ ഫെസ്റ്റിവലിന്റെ ആദ്യ ദിവസം ഈ AI കാലത്ത്, അതായത് നമ്മൾ നിർമ്മിത ബുദ്ധി എന്നൊക്കെ പറയുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് സിനിമയുടെ ഭാവി എന്നൊരു വിഷയം വെച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഈ നിർമ്മിത ബുദ്ധിയുടെ കാലം വന്നപ്പോൾ സിനിമ വളരെ എളുപ്പമായി എല്ലാവർക്കും എടുക്കാമെന്നുള്ള സ്ഥിതിയായി, എല്ലാ സമയത്തും എടുക്കാമെന്നുള്ള സ്ഥിതിയായി, എന്തും എടുക്കാമെന്നുള്ള സ്ഥിതിയായി. എങ്കിലും നമുക്ക് കാണുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഈ സിനിമയുടെയും വീഡിയോകളുടെയും വിഷ്വൽ മാത്രമല്ല, എല്ലാം ഓഡിയോ വിഷ്വൽ മേഖലകളിലൊക്കെ നമുക്ക് കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു പെട്ടിട്ടുണ്ട്. അപ്പൊ ആ അവസ്ഥയിൽ നമ്മുടെ സിനിമകൾ പണ്ടൊക്കെ വളരെ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.